ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ, ഒരു സെയിൽസ് മാനേജ്മെന്റ് സെയിൽസ് ഫോഴ്സിന്റെ മോട്ടിവേഷനെ എത്രത്തോളം സെയിൽസ് ഫോഴ്സിന് അവരുടെ മോട്ടിവേഷനെ കുറിച്ചിട്ട് എത്രത്തോളം ബോധേഡ് ആയിരിക്കണം എന്നും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മോട്ടിവേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ ഈസ് ദി ഫോഴ്സ് ദാറ്റ് എൻകറേജസ് എ പേഴ്സൺ ടു ആക്ട് ഓർ വർക്ക്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇന്നർ ഫോഴ്സ് ആണ് അല്ലേ, ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഇന്നർ ഫോഴ്സ് ആണ്. ദാറ്റ് എൻകറേജസ് എ പേഴ്സൺ ടു ആക്ട് ഓർ വർക്ക്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേഴ്സണെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു ആവശ്യമുണ്ട് അല്ലേ, അത് ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യും? അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ആ ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് മോട്ടിവേഷൻ ആകും. അത് അവർക്ക് പ്രവർത്തിക്കാൻ, എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആകാൻ ഈ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇറിറ്റേഷൻ എന്ത് ചെയ്യാണ്? ഒരു എനർജി ആയിട്ട് ഫോഴ്സ് ചെയ്യാണ് അല്ലേ, എന്തിനു വേണ്ടിയിട്ട്? ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പോസിറ്റീവ് മോട്ടിവേഷൻ ആണെങ്കിൽ എന്താണ്? ഒരാൾ അയാളുടെ ബെസ്റ്റ് എഫേർട്ട് എന്ത് ചെയ്യും? അയാൾക്ക് ലീഡ് ചെയ്യാൻ കഴിയും, ബെസ്റ്റ് എഫേർട്ടിലേക്ക് ലീഡ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എനർജി, ഇൻട്രസ്റ്റ് ആൻഡ് വില്ലിങ്നെസ് ടു അച്ചീവ് ഗോൾ അല്ലേ. അയാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് എന്താണ്? ഒരു ഇന്നർ ഫോഴ്സ് ഉണ്ടായാൽ അത് എനർജി ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? മോട്ടിവേഷന് ഒരു ഇൻഡിവിജ്വലിന് എന്താണ്? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ടപ്പ് ആക്കാനും അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാനും അത് കണ്ടിന്യൂഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഒരു എംപ്ലോയീനെ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷന് ഒരു എംപ്ലോയീനെ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നും അതിന് ആ മോട്ടിവേഷന് അവരുടെ പ്രൊഡക്ടിവിറ്റിനെ എത്രത്തോളം ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു 4-5 ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ടുള്ള നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ പറയുകയാണ്. അക്കോർഡിംഗ് ടു ലില്ലിസ്, it is the stimulation of any emotion or desire operating upon one's will and promoting or driving it to action. എന്താ പറയുന്നത്? ഒരാളെ തയ്യാറാക്കുകയാണ് അല്ലേ, ഒരാൾ എന്ത് ചെയ്യാണ്? പ്രൊമോട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അയാളെ ആക്ഷനിലേക്ക് അല്ലേ, ആക്ഷനിലേക്ക് ഡ്രൈവ് ചെയ്യാന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു സ്റ്റിമുലേഷൻ ആണെന്ത്? ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്നാണ് ലില്ലിസ് പറയുന്നത്. ഓക്കെ, അത് സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, പഠിക്കാൻ എളുപ്പം കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഡൈനാമിക് നേച്ചർ ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്താണ്? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു ഡൈനാമിക് നേച്ചർ ഉണ്ട്. മോട്ടിവേഷൻ ഈസ് ഡൈനാമിക്, നോട്ട് ഫിക്സ്ഡ് അല്ലേ. ഫിക്സ്ഡ് അല്ല, എപ്പോഴും എന്താണ്? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ, പ്രിയോറിറ്റീസ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഒരു നീഡ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അടുത്തൊരു ആവശ്യം നമുക്ക് അപ്പം തന്നെ അറൈസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഒരാളുടെ ബേസിക് ഗോൾസ് അച്ചീവ് ആയി കഴിഞ്ഞാൽ എന്താണ്? അടുത്തത് അയാൾക്ക് അതിലും വലിയൊരു ഗോള് അവിടെ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. ഇപ്പോൾ ഒരാളുടെ നമുക്കൊക്കെ അറിയാം അല്ലേ, ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? അതിലും വലിയൊരു മറ്റുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ എന്താണ്? ഒരാളുടെ മോട്ടിവേഷൻ എപ്പോഴും അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ചുറ്റുള്ള എൻവയോൺമെൻറ്റ്, സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി, എക്കണോമിക് ഫാക്ടേഴ്സ്, മറ്റുള്ള എക്കണോമിക് ഫാക്ടേഴ്സ് ഇതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യും? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം അത് ഫിക്സ്ഡ് അല്ല, ഒരു ഡൈനാമിക് നേച്ചർ ഉള്ളതാണെന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരു ടെക്സ്റ്റൈൽസിൽ ഇപ്പം എന്ത് ചെയ്യും?
ആദ്യമൊക്കെ എന്താണ് പ്ലാസ്റ്റിക് കവേഴ്സ് ആണല്ലേ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ പേപ്പർ കവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവരുടെ മോട്ടീവ് ചേഞ്ച് ആയി. ആദ്യം അവരെന്താണ് ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് അല്ലെങ്കിൽ കവറ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള ഒരു മോട്ടീവിൽ നിന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം എന്താണ് എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവിലേക്ക് അവരുടെ പ്രിയോറിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെയും മോട്ടിവേഷന് ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് നീഡ്. നീഡ് ക്രിയേറ്റ്സ് മോട്ടിവേഷൻ. അതായത് എന്താണ്, ഒരാൾക്കൊരു നീഡ് ഉണ്ടാകുമ്പോഴാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് എന്നാ പറയുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഒരാൾക്ക് ഉണ്ടാകുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ആവശ്യങ്ങളായിക്കോട്ടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആവശ്യങ്ങളായിക്കോട്ടെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരാളുടെ ഒരു നീഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ എന്താണ്, ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും അല്ലേ. ഒരാൾക്കൊരു ആവശ്യമുണ്ട്, പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായും, അയാൾക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും. ഇതെന്ത് ചെയ്യും, അവരെ വീണ്ടും ആക്ഷനിൽ എടുക്കാനോ അല്ലെങ്കിൽ അവരെ സ്റ്റാർട്ടപ്പ് ചെയ്യാനോ വേണ്ടിയിട്ട് മോട്ടീവ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഡിസ്കംഫേർട്ട് ഒരു പേഴ്സണ് ഫീൽ ചെയ്യുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആക്ഷനിലേക്ക് പുഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരാൾക്ക് വിശന്നു അല്ലേ. ഈ വിശപ്പ് എന്താണ്, അയാൾക്കൊരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യിക്കും. അങ്ങനെ എന്താണ്, അയാൾക്ക് എന്താണ് മോട്ടിവേറ്റഡ് ആകും. എന്തിനു വേണ്ടിയിട്ട്, എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ഒരു നീഡ് ഉണ്ടാകും, അതെന്ത് ചെയ്യും, ഒരു ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ഡ്രൈവ് എന്ത് ചെയ്യും, അവർക്ക് ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അയാൾ എന്ത് ചെയ്യും, ആക്ഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് മോട്ടിവേഷൻ ആൻഡ് നീഡ് എന്നുള്ളിടത്ത് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് എന്താണ്, ഒരു കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാർക്കറ്റ് എന്താണ്, ഒരു ന്യൂ യോഗ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് പല രീതികളിലായിരിക്കും അല്ലേ. അതായത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസും ഒരു യോഗ സെൻറ്ററെ സമീപിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഓരോരുത്തരുടെയും നീഡ് അല്ലെങ്കിൽ ഗോൾസ് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ എന്താണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും യോഗ സെൻറ്ററിൽ വരുന്നത്. ചില ആളുകൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാനായിരിക്കും അല്ലേ, ടൈം പാസിന് വേണ്ടിയിട്ട് ആയിരിക്കും. ചില ആളുകൾ എന്താണ്, ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ്, പല രീതികളിലായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ചില ആളുകൾ എന്താണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ക്യാപ്ഷൻ എന്തെങ്കിലും കൊടുത്തിട്ട് അത്തരത്തിലുള്ള രീതിയിൽ ക്യാപ്ഷൻ കൊടുക്കും. ചില ആളുകൾ എന്താണ്, ഫിറ്റ്നസ് ബോഡി ഫിറ്റ്നസിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് കൊടുത്ത് അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് പല രീതികളിലാണ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് വീണ്ടും നമ്മൾ പറയുന്നത്, ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ആവശ്യം, നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് മാസ്ലോസ് തിയറി ഓഫ് നീഡ് ഹൈറാർക്കിയാണ്. അതായത് പ്രശസ്തമായിട്ടുള്ള അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അബ്രഹാം എച്ച് മാസ്ലോ കൊണ്ടുവന്ന ഒരു തിയറിയാണ് പറയുന്നത്. അദ്ദേഹം ഹ്യൂമൻ നീഡ്സിനെ ഒരു പ്രത്യേക കാറ്റഗറി ആക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒരു 5 സ്റ്റേജ് ആക്കിയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. 5 സ്റ്റേജ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇത് എന്താണ്, മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് മുതൽ ഹയർ നീഡ്സ് വരെ ഒരു പിരമിഡ് രൂപത്തിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ആകുമ്പോഴാണ് അവരുടെ ഹയർ നീഡ്സിലേക്കൊക്കെ അവർ മോട്ടിവേറ്റഡ് ആകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരാളുടെ ബേസിക് നീഡ്സ് എന്താണ്,
ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണ് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ബേസിക് നീഡ്സ് ആണ്. ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ആവശ്യം, അല്ലെ? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, എന്താണ് പിന്നെ അവർക്ക് ഉറക്കം വേണ്ടി വരും, എയർ വേണ്ടി വരും, അല്ലെ? ഇത്തരത്തിലുള്ള ആ ഒരു ഇൻഡിവിജ്വലിന്റെ ജീവൻ നിലനിർത്താൻ എന്തൊക്കെയാണോ ആവശ്യം, ഈ കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ മറ്റുള്ള മോട്ടീവ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് എന്താണ്, സേഫ്റ്റി നീഡ്സ്. ഒരാൾക്ക് എന്ത് ചെയ്തു, ഒരാളുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ ഫുൾഫിൽ ആയി, അയാൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് അയാൾക്ക് എന്താണ് വേണ്ടത്, സേഫ്റ്റി നീഡ്സ് ആണ്, അല്ലേ? ഒരാൾക്ക് എന്താ ദി നീഡ് ടു സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ, അല്ലെ? ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്താണ്, അയാൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ആവശ്യം സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ആയിരിക്കും. അതായത് ഒരു നല്ല ജോബ്, സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഗുഡ് ഹെൽത്ത് ഒക്കെ ഒരാൾക്ക് ആവശ്യമാകും, അല്ലേ? അപ്പോൾ അതാണ് സേഫ്റ്റി നീഡ്സിൽ പറയുന്നത്. ഇതെന്താണ്, ഒരു പ്രൊവൈഡ് സ്റ്റേബിലിറ്റി ഇൻ ലൈഫ്. ഒരു ലൈഫിൽ അയാൾക്ക് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, ആവശ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് എന്താണ്, സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സേഫ്റ്റി നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അയാൾക്ക് ആ സമൂഹത്തിൽ ഒരു നിലനിൽപ്പ് വേണം, അല്ലേ? അതായത് കൺസേൺഡ് വിത്ത് ദി ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. അയാൾക്ക് എന്ത് ചെയ്യണം, ഒരു ഫാമിലി വേണം, ഫ്രണ്ട്സ് വേണം, അല്ലേ? അയാൾക്ക് അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾസ് അയാൾക്ക് ആവശ്യമാണ്. അതാണ് സോഷ്യൽ നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എസ്റ്റീം നീഡ്സ്. അതായത് ദി ഫോർത്ത് ലെവൽ ഓഫ് നീഡ്സ് ആണ്. ഈ സ്റ്റേജിൽ എന്താണ്, ഒരു പേഴ്സണ് കുറച്ചുകൂടി ഉയർന്ന ലെവലിൽ ചിന്തിക്കണം, അല്ലേ? അയാളുടെ ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞു, സേഫ്റ്റി നീഡ്സ് ഫുൾഫില്ലായി, സോഷ്യൽ നീഡ്സും കഴിഞ്ഞു, അയാൾക്ക് കുറച്ച് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി. പിന്നെ അയാൾ എന്താണ് ആഗ്രഹിക്കുക, അയാൾക്ക് ആ ഒരു സമൂഹത്തിൽ കുറച്ചൊക്കെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് വേണം, അല്ലേ? ഒരു റെസ്പെക്റ്റ് വേണം അയാൾക്ക്. ഒരു സെൽഫ് എസ്റ്റീമിലേക്ക് അയാൾ എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഒരു സമൂഹത്തിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിന് കിട്ടിയാൽ എന്താണ്, അയാളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും, സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ്ഡ് ആകും. ഓക്കെ, അപ്പോൾ അതാണ് എസ്റ്റീം നീഡ്സിൽ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വണ്ണാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അതായത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ്. ഒരാളുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡാണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പേഴ്സൺ എന്താണ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, അയാളുടെ നേടാനുള്ള ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് സെൽഫ് സാറ്റിസ്ഫൈഡ് ഫീൽ ചെയ്യാണ്. ഓക്കെ, എല്ലാ ഗോൾസും അവർ അച്ചീവ് ചെയ്തു, ഫുൾ പൊട്ടൻഷ്യലിലായിട്ടാണ് അയാൾ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഫീൽ എന്താണ്, ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാകുകയാണ്. അങ്ങനെ എന്ത് ചെയ്യും, അവരൊരു സെൽഫ് ഗ്രോത്തും അയാളുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഇൻക്രീസ്ഡ് ആകുന്ന ഒരു സ്റ്റേജാണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴാണ് ഹയർ നീഡ്സിലേക്ക് ഒരു ഇൻഡിവിജ്വൽ ഇങ്ങനെ കയറി വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് മോട്ടിവേഷണൽ ടെക്നിക് ഫോർ ദി സെയിൽസ് പേഴ്സൺ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, ഒരു കമ്പനിക്ക് എന്തുണ്ട്, നല്ല പ്രൊഡക്ഷൻ ഉണ്ട്, സർവീസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ല സെയിൽസ് ഫോഴ്സ് ഉണ്ടെങ്കിലുള്ള എന്ത് ചെയ്യുക, അവിടെ സെയിൽസ് നടക്കുള്ളൂ, അല്ലേ? അത് നമുക്കൊക്കെ അറിയാം. നല്ല പ്രൊഡക്റ്റ്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, സർവീസാണ് എന്നുള്ളതിനൊക്കെ പുറമെ നല്ല ഒരു സെയിൽസ് ഫോഴ്സ് മോട്ടിവേറ്റഡ് ആയാലുള്ള എന്ത് ചെയ്യുക, അവിടെ നല്ല സെയിൽസ് നടക്കുള്ളൂ, അല്ലേ? അപ്പോൾ സെയിൽസ് ഫോഴ്സിനെ മോട്ടിവേറ്റഡ് ആക്കി നിലനിർത്തുക എന്നുള്ളത് എന്താണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ, ഒരു ഫേം. അപ്പോൾ രണ്ട് തരത്തിലാണ് ഒരു സെയിൽസ് മാനേജർ
സെയിൽസ് പീപ്പിളിനെ മോട്ടിവേറ്റഡ് ആക്കി വെക്കുന്നത്? ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ, സെക്കൻഡ് വൺ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്താണ്? നമുക്കൊക്കെ അറിയുന്നത് പോലെ എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കുക, അല്ലെ, മണി റിവാർഡ് കൊടുക്കുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ഇൻകം കൊടുക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആക്ടിവിറ്റീസ് ആണുള്ളത്? റെമ്യൂണറേഷൻ, അതായത് സാലറി, അല്ലേ, അതായത് ഒരു എംപ്ലോയീസിന് ഡയറക്റ്റ് ആയിട്ട് സാലറി അല്ലെങ്കിൽ അവരുടെ വേജ് കൊടുക്കുന്നത് എന്താണ്? അവരെ മോട്ടിവേറ്റഡ് ആക്കാനുള്ള, അല്ലെ, പ്രോപ്പറായിട്ട് ഡിലേ ആകാതെ കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടുള്ള ഒരു വേജ് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് കൂടുതൽ എന്ത് ചെയ്യും? മോട്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ ജോലിയിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സാലറി കൊടുക്കുന്നത് എന്താണ്? ഓരോ എംപ്ലോയീസിൻ്റെയും പൊസിഷൻസിനനുസരിച്ചിട്ടായിരിക്കും, അല്ലേ, പൊസിഷൻ്റെ ബേസിലായിരിക്കും ഓരോരുത്തർക്കും സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾക്ക് കൂടുതൽ സാലറിയും താഴ്ന്ന പൊസിഷനിലുള്ള ആളുകൾക്ക് കുറച്ച് സാലറിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? അവരുടെ മോട്ടിവേഷൻ ലെവലിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ബോണസ്. ഓക്കെ, ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി എക്സ്ട്രാ ഇൻകം കൊടുക്കുക, അല്ലെ, ഇറ്റ് ഈസ് ദി എക്സ്ട്രാ ഇൻകം ഗിവൺ ഇൻ അഡീഷൻ ടു ദി ബേസിക് സാലറി. ബേസിക് സാലറിക്ക് പുറമെ എന്ത് ചെയ്യുക? എക്സ്ട്രാ ഇൻകം കൊടുക്കുക. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അവർക്ക് എക്സ്ട്രാ പെയ്ഡ് കൊടുക്കുക. ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യാണ്, തിരഞ്ഞെടുത്ത 10 ടോപ്പ് സെയിൽസ് പേഴ്സന് 5,000 എക്സ്ട്രാ സാലറിക്ക് പുറമെ ഉണ്ട് എന്നുള്ള ഒരു ഓഫർ കൊടുക്കുകയാണ്, അല്ലേ. ഇതെന്ത് ചെയ്യും? അവിടെയുള്ള എംപ്ലോയീസിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും, അല്ലേ. അപ്പോൾ അതാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് വൺ കമ്മീഷൻ ആണ്. അതായത് കമ്മീഷൻ ഈസ് ആൻ എക്സ്ട്രാ പെർസെൻറ്റേജ് ഓഫ് പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി സെയിൽസ് മെയ്ഡ്. ഒരു സെയിൽസ് പേഴ്സണ് എത്രത്തോളം സെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ കമ്മീഷൻ കൊടുക്കുക. ഇപ്പോൾ ഒരാൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10% അയാൾക്ക് കമ്മീഷൻ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു രീതി സ്വീകരിക്കുന്ന കുറേ കമ്പനികളും ഫേമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കമ്മീഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ്? ഇത് സെയിൽസ് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ സെയിൽസ് പേഴ്സണും ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലേ, കാരണം അവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ സെയിൽസ് ഇൻക്രീസ് ആവാനുള്ള ഒരു മോട്ടീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് വൺ പറയുന്നത്. ഫോർത്ത് വൺ പറയുന്നത് പ്രൊമോഷൻ. അതായത് എന്താണ്? പ്രൊമോഷൻ മീൻസ് ഗിവിങ് എ ഹയർ പൊസിഷൻ വിത്ത് മോർ റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു ഫേം, ഒരു കമ്പനി അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ഒരു സെയിൽസ് പേഴ്സണ് പ്രൊമോഷൻ കൊടുക്കുകയാണ്, അല്ലേ, ഹയർ പൊസിഷനിലേക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഈ ഹയർ പൊസിഷൻ കിട്ടുമ്പോൾ അവരുടെ സെൽഫ് കോൺഫിഡൻസും അല്ലെങ്കിൽ ജോബിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് ആകും, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹയർ പൊസിഷനിൽ എത്തിയാൽ എന്താണ്? സാലറി കൂടും. നമ്മൾ പറഞ്ഞു, അല്ലേ, പൊസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ കൂടുന്നതിനനുസരിച്ച് അവർക്ക് സാലറി കൂടുമ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യും? അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും, അല്ലേ. അപ്പോൾ അതാണ് പ്രൊമോഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. അതായത് എന്താണ്? സാലറിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് മറ്റുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക ഒരു കമ്പനി. അതായത് പാർക്കിംഗ് സർവീസ്, ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഹോളിഡേ അലവൻസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്? കമ്പനി മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീ വൈഫൈ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള സാലറിക്ക് പുറമെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചില ബെനിഫിറ്റ്സുകൾ, അല്ലേ, അതെന്താണ്? എംപ്ലോയീസിനെ സന്തോഷിപ്പിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താണ്? എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? അവരെ മോട്ടിവേറ്റഡ് ആക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. നെക്സ്റ്റ് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. അപ്പോൾ
നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ വിതൗട്ട് മോണിറ്ററി റിവാർഡ്സ് അല്ലേ. നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലേ. അതായത് these motivators focus on emotional, psychological and social needs of employees. എംപ്ലോയീസിൻ്റെ എന്താണ് ഇമോഷണലിയും അല്ലെങ്കിൽ സൈക്കോളജിക്കലും ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പനി. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ജോബ് സെക്യൂരിറ്റി. ഒരു എംപ്ലോയീസിന് സെയിൽസ് പീപ്പിളിന് എന്ത് ചെയ്യുക, അവർക്കൊരു സ്റ്റേബിലിറ്റി ഫീൽ ചെയ്ത് കൊടുക്കുക അല്ലേ. ഒരു എംപ്ലോയീസിന് ആ ജോലിയിൽ അവർ സേഫാണ് എന്നുള്ള ഒരു ഫീല് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതെന്ത് ചെയ്യും, അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ഒരു എംപ്ലോയീന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അല്ലേ. ഇത് അവരുടെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് പറയുന്നത് ചാലഞ്ചിങ് വർക്ക്. അതായത് എന്താണ്, ഒരേ റെഗുലർ ആയിട്ടുള്ള റൊട്ടീനായിരിക്കും ഓരോ എൻവയോൺമെൻറ്റിലും അല്ലെ ഒരു ഫേമിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു സെയിൽസ് പീപ്പിള് ഒരു കമ്പനിയിൽ എന്ത് ചെയ്യും, ഒരേ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലേ. അതായത് എന്താണ്, ഒരേ സെയിം ഡ്യൂട്ടി ആയിരിക്കും, സെയിം ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റൊട്ടീനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഒരു ഫേം കൊണ്ടുവരിക. അതായത് എന്താണ്, അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡ്യൂട്ടീസ്, ടാസ്കുകൾ ഒക്കെ അറേഞ്ച് ചെയ്യുക, പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക, എന്തെങ്കിലും ചാലഞ്ചുകൾ കൊടുക്കുക. ഇത്തരത്തിലുള്ള ചാലഞ്ചുകളും ടാസ്കുകളും ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു സെയിൽസ് ഫോഴ്സ് അവരുടെ വർക്കിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകും എന്നാണ് പറയുന്നത്. എന്താണ്, അവരുടെ സ്കിൽസും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, അവരെ മോട്ടിവേഷൻ ലെവൽ കൂട്ടുകയും അവരുടെ പെർഫോമൻസ് ബെറ്റർ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ചാലഞ്ചിങ് വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് റെക്കഗ്നേഷൻ. അതായത് എന്താണ്, അപ്രീസിയേഷൻ ഫോർ ദർ ഹാർഡ് വർക്ക്. എന്ത് ചെയ്യുക, ഒരു ഫേം ഒരു സെയിൽസ് പേഴ്സൻ്റെ മൈന്യൂട്ട് എന്തെങ്കിലും ചെറിയ ഹാർഡ് വർക്കിന് പോലും അവരെ എന്ത് ചെയ്യുക, അപ്രീസിയേഷൻ ചെയ്യുക അല്ലേ. ഇതെന്താണ്, അവരെ മോട്ടിവേഷൻ ലെവൽ കൂട്ടും. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും അപ്രീഷിയേഷൻസോ അല്ലെങ്കിൽ പ്രൈസസോ ഒക്കെ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻസ് ഒക്കെ അവരെ മോട്ടിവേഷൻ ലെവൽ എന്ത് ചെയ്യും, കൂട്ടും. ഓക്കെ, ഇത് അവരുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ്. അതായത് ഒരു കമ്പനി ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു സെയിൽസ് പീപ്പിളുടെ കാരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രൊമോഷൻസും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു സെയിൽസ് മാനേജർ എന്ത് ചെയ്യണം, ആ സെയിൽസ് ഫോഴ്സിൻ്റെ കാരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രൊമോഷൻസും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയും. ഇത്തരത്തിലുള്ള ഒരു ആക്ഷന് അവിടെയുള്ള സെയിൽസ് പീപ്പിളിൻ്റെ മോട്ടിവേഷൻ ലെവൽ കൂട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എംപവർമെൻറ്റ്. അതായത് ആ ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇൻവോൾവ്ഡ് ആക്കുക അല്ലേ. അതെന്ത് ചെയ്യും, അവർക്ക് ആ ഫേമിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിക്കാനും അതുപോലെ തന്നെ എന്താണ്, അവർക്കൊരു സെൽഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാക്കിയെടുക്കാനും കാരണമാകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എംപവർമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിൽ പറയുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാൽ നിർത്താം അല്ലേ.